ഹലോ എവ്രി വൺ. വിക്ടേഴ്സ് ചാനലിൽ +1 സോഷ്യോളജി 10ാമത്തെ എപ്പിസോഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്, അതുപോലെ തന്നെ അസൈൻമെൻറ്റ് എന്താണ് എന്ന് നോക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിപ്പോൾ 2ാമത്തെ ചാപ്റ്റർ ടേംസ്, കോൺസെപ്റ്റ്സ് ആൻഡ് ദ യൂസ് ഇൻ സോഷ്യോളജി എന്ന സെക്കൻഡ് ചാപ്റ്റർ ഓഫ് സോഷ്യോളജിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ടോപ്പിക് സോഷ്യൽ ഗ്രൂപ്പ്സ് ആയിരുന്നു. അതേപോലെ തന്നെ അഗ്രിഗേറ്റ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ക്വാസി ഗ്രൂപ്പ്സ് എന്താണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം തന്നെ സോഷ്യൽ ഗ്രൂപ്പ്സിൽ എന്തെല്ലാം ഡിവിഷൻസ് ആണ് അല്ലെങ്കിൽ ടൈപ്സ് ആണ് വരുന്നത്, ലൈക്ക് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്, സൊസൈറ്റി ആൻഡ് കമ്മ്യൂണിറ്റി, റെഫറൻസ് ഗ്രൂപ്പ്, പിയർ ഗ്രൂപ്പ് എന്നീ കാറ്റഗറീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ അവിടെ വെച്ച് നമ്മുടെ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് തീരാണ്. അതിനുശേഷം നമ്മളിനി നോക്കാൻ പോകുന്ന ടോപ്പിക്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. അപ്പോൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് എന്താണ് അതിൻ്റെ മീനിങ് എന്ന് മനസ്സിലാക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. സ്ട്രക്ചേർഡ് ഇൻഇക്വാലിറ്റീസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഗ്രൂപ്പിംഗ്സ് ഓഫ് സൊസൈറ്റി അല്ലെങ്കിൽ പീപ്പിൾ. നമ്മുടെ സൊസൈറ്റിയിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് സൊസൈറ്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റ് ഈസ് ഡ്യൂ ടു സ്ട്രക്ചേർഡ് ഇൻഇക്വാലിറ്റീസ്. അങ്ങനെ വരുന്ന സ്ട്രക്ചേർഡ് ഇൻഇക്വാലിറ്റീസ് ആണ് നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഓരോ സൊസൈറ്റിയും സ്ട്രാറ്റ അല്ലെങ്കിൽ ലെയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് എക്സാമ്പിളായിട്ട് ഇന്നത്തെ മോഡേൺ ടൈംസിൽ പറയാൻ കഴിയുന്ന ഒരു എക്സാമ്പിളാണ് റിച്ച്, മിഡിൽ ക്ലാസ്, പുവർ. ഇങ്ങനൊരു ഡിവിഷൻ നമുക്ക് വെക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ ഡിഫറെൻറ്റ് ലെയേഴ്സ് അല്ലെങ്കിൽ സ്ട്രാറ്റാസ് ആയിട്ട് സൊസൈറ്റീനെ ഡിവൈഡ് ചെയ്തതിനെയാണ് നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ കോസ് ചെയ്യുന്നത് മെയിൻലി പവർ, അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ എമൗണ്ട് ഏൺഡ്, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ആയിരിക്കും. നമ്മുടെ ഹിസ്റ്ററിയിലും അതുപോലെ തന്നെ നമ്മളിപ്പോഴും കാണുന്ന കുറച്ച് ടൈപ്സ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷനാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻസ്. അപ്പോൾ 4 എണ്ണമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്ലേവറി, രണ്ടാമത്തെ കാസ്റ്റ്, എസ്റ്റേറ്റ്, ക്ലാസ്. ഈ 4മാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ സ്ട്രാറ്റിഫിക്കേഷൻ്റെ ടൈപ്പാണ് സ്ലേവറി. സ്ലേവറി എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ യൂറോപ്യൻ സൊസൈറ്റിയിലായിരുന്നു ഏറ്റവും പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഇൻഇക്വാലിറ്റിയുടെ ഏറ്റവും എക്സ്ട്രീം ഫോമായിട്ടാണ് നമുക്ക് സ്ലേവറി കാണാൻ സാധിക്കുന്നത്. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി ഓൺ ചെയ്യുക, അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വലിനെ മറ്റൊരു വ്യക്തിക്ക് ട്രേഡ് ചെയ്യാനും വാങ്ങാനും വിൽക്കാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് സ്ലേവറിയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ. അപ്പോൾ ഇത് ഏറ്റവും എക്സ്ട്രീം ഫോം ഓഫ് ഇൻഇക്വാലിറ്റി ആണ്. കാരണം ഒരു ഇൻഡിവിജ്വലിന് അയാൾക്കുള്ള എല്ലാ റൈറ്റ്സും നിഷേധിക്കപ്പെടുകയാണ് സ്ലേവറി എന്നുള്ളൊരു ഫോമിൽ. ഇറ്റ് ഈസ് എ സിസ്റ്റം വേർ സം ഇൻഡിവിജ്വൽസ് ആർ ഓൺ ബൈ അതേഴ്സ്. ഒരു ഇൻഡിവിജ്വൽ മറ്റൊരു ഇൻഡിവിജ്വലിൻ്റെ സ്ലേവായിട്ട് അല്ലെങ്കിൽ സെർവൻ്റ് ആയിട്ട് ജീവിതകാലം മുഴുവൻ ഇരിക്കുകയാണ് സ്ലേവറി എന്നുള്ളൊരു സിസ്റ്റത്തിൽ. ആ ഒരു സ്ലേവിന് പ്രോപ്പർട്ടി ഓൺ ചെയ്യാനുള്ള റൈറ്റോ അല്ലെങ്കിൽ മറ്റേത് റൈറ്റ് ആയിക്കോട്ടെ, മേ ബി റൈറ്റ് ടു ലൈഫ് ആവാം അല്ലെങ്കിൽ റൈറ്റ് ടു എക്സ്പ്രഷൻ, ഇങ്ങനത്തെയുള്ള ഒരു റൈറ്റും സ്ലേവിന് ഉണ്ടാകില്ല. അയാളുടെ ലോഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളുടെ ഓണറിന് വേണ്ടിയിട്ടായിരിക്കും ലൈഫ് ടൈം മുഴുവൻ ചിലവഴിക്കുന്നത്. ഹി വിൽ നോട്ട് ഗെറ്റ് എനി വേജസ്, പക്ഷേ ആ ഒരു ഓണറിന് വേണ്ടി അദ്ദേഹം ജോലി ചെയ്യുന്നു. സ്ലേവറി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏൻഷ്യൻ ഗ്രീക്ക് ആൻഡ് റോമിലാണ്. അത് കഴിഞ്ഞിട്ട് USA സതേൺ സ്റ്റേറ്റ്സ് 18th and 19th സെഞ്ച്വറിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സ്ലേവറി അബോളിഷ്ഡ് ആയി. അതേപോലെ തന്നെ അത് പലരും തിരിച്ചു കൊണ്ടുവരികയും പിന്നെയും സ്ലേവറി അബോളിഷ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി സ്ലേവറി ഈസ് അബോളിഷ്ഡ്. പക്ഷേ സ്ലേവറി അബോളിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴും അതേ പേരിലല്ലാതെ സ്ലേവറി എന്നുള്ളൊരു നെയിം യൂസ് ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ അതേപോലെയുള്ളൊരു സിസ്റ്റം നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ബോണ്ടഡ് ലേബറേഴ്സ്. ഒരു കോൺട്രാക്റ്റിനെ ബേസ് ചെയ്തിട്ട് വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അവർക്ക് റൈറ്റ്സ് എല്ലാം ഉണ്ട്, അതേപോലെ തന്നെ ദേ ഹാവ് ദെയർ ഓൺ വേജസ്, പക്ഷേ ദേ ഹാവ് ടു വർക്ക് അക്കോർഡിംഗ് ടു എ കോൺട്രാക്റ്റ്. അപ്പോൾ ബോണ്ടഡ് ലേബറേഴ്സ് ആണ് ഇപ്പോൾ സ്ലേവറി എന്നുള്ള ഒരു പേരിൽ നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും അതിൻ്റെ സിമിലർ ആയിട്ട് നമുക്ക് ഇന്നത്തെ മോഡേൺ സൊസൈറ്റിയിൽ കാണാൻ സാധിക്കുന്നതാണ് ബോണ്ടഡ് ലേബറേഴ്സ്. അപ്പോൾ പണ്ടൊക്കെ കുട്ടികൾ വരെ ബോണ്ടഡ് ലേബറേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ സ്ലേവറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സിസ്റ്റം എസ്റ്റേറ്റ് സിസ്റ്റമാണ്. അപ്പോൾ എസ്റ്റേറ്റ് സിസ്റ്റം നമുക്കറിയാം, മെഡീവൽ യൂറോപ്പിൽ, അതായത് ഫ്യൂഡൽ പീരിയഡിൻ്റെ സമയത്താണ് മെയിൻ എസ്റ്റേറ്റ് സിസ്റ്റം എല്ലാം നമ്മൾ കാണുന്നത്.
അപ്പോൾ നമുക്ക് ഫ്രഞ്ച് റെവല്യൂഷനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എസ്റ്റേറ്റ് സിസ്റ്റം എന്താണെന്ന് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3 ലെയേഴ്സാണ് അവിടെ ഉണ്ടാവുക: നൊബിലിറ്റി, ക്ലർജി, കോമൺസ്. അതായത് ഒരു ലെയർ പ്രീസ്റ്റ് അല്ലെങ്കിൽ മോങ്സ് എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് ദൈവത്തോട് വളരെയധികം അടുത്ത് നിൽക്കുന്നവർ, നൊബിലിറ്റി. അത് കഴിഞ്ഞാൽ വരുന്ന ക്ലർജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിഗ് ഹ്യൂജ് ലാൻഡ് ലോഡ്സ് ആണ് ക്ലർജിയിൽ വരുന്നത്. ദ കോമൺസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫാമേഴ്സ്, പെസൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പല രീതിയിലുള്ള വർക്കേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ 3 രീതിയിലുള്ള എസ്റ്റേറ്റ്സ് ആണ്, അല്ലെങ്കിൽ 3 ലെയേഴ്സ് അല്ലെങ്കിൽ സ്ട്രാറ്റസ് ആണ് എസ്റ്റേറ്റ് സിസ്റ്റമിൽ ഉണ്ടായിരുന്നത്. ഇത് പ്രധാനമായിട്ടും മിഡീവൽ യൂറോപ്പ് ഡ്യൂറിങ് ദ ഫ്യൂഡൽ പീരീഡ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് എസ്റ്റേറ്റ് സിസ്റ്റമിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 2 സിസ്റ്റമാണ്. ഒന്ന് ക്ലാസ് സിസ്റ്റം, മറ്റേത് കാസ്റ്റ് സിസ്റ്റം. അപ്പോൾ കാസ്റ്റ് സിസ്റ്റം ആൻഡ് ക്ലാസ് സിസ്റ്റം നമുക്ക് പഠിക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു വഴി എന്ന് പറയുന്നത് കമ്പാരിസൺ ആൻഡ് ലേൺ ആണ്. കാരണം ഓൾമോസ്റ്റ് കാസ്റ്റ് ആൻഡ് ക്ലാസ് ചില ഐഡിയാസൊക്കെ ഒരേപോലെ നമുക്ക് സിമിലറായിട്ട് തോന്നാം, പക്ഷേ അതിനകത്ത് കുറേ ഫാക്ടേഴ്സ് ഓപ്പോസിറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, കാസ്റ്റ് സിസ്റ്റം ഇന്ത്യയിൽ മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കാസ്റ്റ് സിസ്റ്റം. പക്ഷേ ക്ലാസ് സിസ്റ്റം വരികയാണെങ്കിൽ ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ കോൺസെപ്റ്റ്. ലോകം മുഴുവൻ നമുക്ക് ക്ലാസ് സിസ്റ്റം പ്രാക്ടീസ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. കാസ്റ്റ് സിസ്റ്റമിലേക്ക് വരികയാണെങ്കിൽ ബർത്ത് ആണ് എല്ലാത്തിൻ്റെയും സോൾ ബേസിസ്. കാസ്റ്റ് ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ ഡിസൈഡ് ചെയ്യുന്നത് ബർത്ത് കൊണ്ടാണ്. അവരുടെ ഫാമിലി ഏത് കാസ്റ്റിലായിരുന്നോ ആ കാസ്റ്റ് തന്നെയായിരിക്കും പിന്നീടും അടുത്ത ജനറേഷനിലേക്ക് തുടർന്ന് പോകുന്നത്. ക്ലാസ് സിസ്റ്റമിൽ ഇനി ബർത്ത് ഒരു ഫാക്ടറായിട്ട് വരുന്നില്ല, പക്ഷേ ഒരു ഇൻഡിവിജ്വൽ അയാളുടെ ലൈഫ് ടൈമിൽ ഏൺ ചെയ്തെടുക്കുന്ന പൊസിഷനാണ് ക്ലാസ് സിസ്റ്റമിൽ ഇമ്പോർട്ടൻറ്റ്. ദിസ് ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ മണി ഏൺഡ്. അവരെത്ര സമ്പാദിക്കുന്നു, അല്ലെങ്കിൽ അവരെന്താണ് ജോലി ചെയ്യുന്നത് എന്നുള്ള ബേസിസാണ് ക്ലാസ് സിസ്റ്റമിൽ അവരുടെ പൊസിഷൻ തീരുമാനിക്കുന്നത്. പക്ഷേ കാസ്റ്റ് സിസ്റ്റമിൽ അവരുടെ ബർത്ത് മാത്രമാണ് അവരേത് കാസ്റ്റിലാണ് എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. Caste system is division on religious and race categories. Religious and race categoriesനെ ബേസ് ചെയ്തിട്ടാണ് കാസ്റ്റ് സിസ്റ്റമിൽ ഡിവിഷൻ വരുന്നതെങ്കിൽ, ക്ലാസ് സിസ്റ്റമിൽ ഒരാളുടെ ടാലൻറ്റും അതുപോലെ തന്നെ അയാൾ സമ്പാദിക്കുന്നത് എത്രയാണ് എന്നുള്ളതിനെയും ബേസ് ചെയ്തിട്ടാണ് ഡിവിഷൻസ് വരുന്നത്. കാസ്റ്റ് സിസ്റ്റം ഒക്യുപ്പേഷൻ കാസ്റ്റ് ഇസ് ഹെറിഡിറ്ററി. അവരുടെ കാസ്റ്റ് ഏതാണ് എന്നുള്ളതും അവർ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് നമുക്കറിയാം. ഈ കാസ്റ്റ് വരുന്നത് മെയിൻലി അവർ ചെയ്യുന്ന ജോലിയോട് അനുബന്ധിച്ചാണ്. അപ്പോൾ അവർ ഏത് കാസ്റ്റാണ് വരേണ്ടത് എന്നുള്ളതും അവരെന്ത് ഒക്യുപ്പേഷനാണ് ചെയ്യേണ്ടത് എന്നുള്ളതും അവരുടെ കുടുംബ പാരമ്പര്യത്തിനനുസരിച്ചാണ്. ഇപ്പോൾ ഒരാളുടെ ഫാമിലിയിൽ അയാളുടെ ഗ്രാൻഡ് ഫാദർ എല്ലാവരും കോബ്ലേഴ്സ് ആയിരുന്നു എന്ന് വിചാരിക്കുക. പിന്നീട് വരുന്ന അടുത്ത ജനറേഷൻസും കോബ്ലേഴ്സ് ആയിരിക്കും. പോട്ടേഴ്സ് ആണെങ്കിൽ പോട്ടേഴ്സ് ആയിരിക്കും, ബ്ലാക്ക് സ്മിത്ത്സ് ആണെങ്കിൽ ബ്ലാക്ക് സ്മിത്ത്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇനിയിപ്പോൾ ബ്രാഹ്മിൻസ് അല്ലെങ്കിൽ പൂജ ചെയ്യുന്നവരാണെങ്കിൽ അതേ പ്രൊഫഷൻ തന്നെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ക്ലാസ് സിസ്റ്റമിൽ അവർക്ക് ഇങ്ങനെ ഒരു ഹെറിഡിറ്ററി ഒക്യുപ്പേഷൻ അല്ലെങ്കിൽ ക്ലാസ് നമുക്ക് കാണാൻ സാധിക്കില്ല. അവരുടെ ജീവിതത്തിൽ അവരെന്തെല്ലാം ടാലൻറ്റിനെ ബേസ് ചെയ്ത്, അവരുടെ ടാലൻറ്റിനെ ബേസ് ചെയ്ത് അവരെന്താണോ അവരുടെ ഹാർഡ് വർക്കിനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ ടാലൻറ്റും അതുപോലെ തന്നെ ക്ലാസ്സും ഒക്യുപ്പേഷനുമെല്ലാം അവർ ഗെയിൻ ചെയ്യുന്നത്. കാസ്റ്റ് സിസ്റ്റം വളരെ ട്രഡീഷണൽ കോൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷനാണ്. നമുക്ക് വളരെ ചെറിയ രീതിയിൽ മാത്രമേ മോഡേൺ സൊസൈറ്റിയിൽ കാസ്റ്റ് സിസ്റ്റം കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ക്ലാസ് സിസ്റ്റമിലേക്ക് വരുമ്പോൾ അതൊരു മോഡേൺ കോൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷനാണ്. നമുക്ക് ഇപ്പോഴും വളരെ റെലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിസ്റ്റമാണ് ക്ലാസ് സിസ്റ്റം. കാസ്റ്റ് സിസ്റ്റമിൽ മെമ്പേഴ്സിന് അധികം ഫ്രീഡം ഇല്ല. നമുക്കറിയാം, അൺടച്ചബിലിറ്റി പോലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു ഭക്ഷണമായിരിക്കും ഭക്ഷിക്കേണ്ടത്, ലോവർ കാസ്റ്റിലുള്ള ആൾക്കാരെ കാണാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, അതുപോലുള്ള കുറേ റെസ്ട്രിക്ഷൻസ് മെമ്പേഴ്സിന് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നു. പക്ഷേ ക്ലാസ് സിസ്റ്റമിൽ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. കാസ്റ്റ് സിസ്റ്റമിൽ അസ്ക്രൈബ്ഡ് സ്റ്റേറ്റസ് ആണ്, അതായത് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റാൻ കഴിയാത്ത, അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സ്റ്റേറ്റസ് ആണ് കാസ്റ്റ് സിസ്റ്റമിലുള്ളത്. പക്ഷേ ക്ലാസ് സിസ്റ്റമിൽ അവരത് ഗെയിൻ ചെയ്തെടുക്കുന്ന സ്റ്റേറ്റസ് ആയിരിക്കും. കാസ്റ്റ് സിസ്റ്റം ഇറ്റ്സ് എ ക്ലോസ്ഡ് സിസ്റ്റം ആൻഡ് എൻഡോഗമി ആയിരിക്കും അവിടെ ഫോളോ ചെയ്യുന്നത്. എൻഡോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാസ്റ്റിനുള്ളിൽ നിന്ന് തന്നെ
മാരേജ് നടത്തുക എന്നുള്ളതാണ് എൻഡോഗമി. അപ്പോൾ അതുപോലുള്ളൊരു ക്ലോസ് സിസ്റ്റമാണ്. ആൻഡ് അവരുടെ ഉള്ളിൽ നിന്നുള്ള മെമ്പേഴ്സിനെ മാത്രമേ അവർക്ക് വിവാഹം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ക്ലാസ് സിസ്റ്റമിൽ അങ്ങനെയില്ല. ഇറ്റ്സ് എൻ ഓപ്പൺ സിസ്റ്റം. എക്സോഗമി, അതായത് അവരുടെ ക്ലാസ്സിന് പുറത്തുള്ള ക്ലാസ്സിൽ നിന്നായിരിക്കും അവർ മോസ്റ്റ് പ്രോബബ്ലി മാരേജ് ഫിക്സ് ചെയ്യുന്നത്. എക്സോഗമി എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് മാരേജ്, നോട്ട് ഇൻസൈഡ് ദ ഗ്രൂപ്പ്. കാസ്റ്റ് സിസ്റ്റമിൽ നമുക്ക് കോൺസെപ്റ്റ് ഓഫ് പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ പ്രസൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പോയിൻ്റാണ് കോൺസെപ്റ്റ് ഓഫ് പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ ഇൻ കാസ്റ്റ് സിസ്റ്റം. പക്ഷേ ക്ലാസ് സിസ്റ്റമിൽ അങ്ങനെയുള്ളൊരു പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ്റെ കോൺസെപ്റ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇതാണ് മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ കാസ്റ്റ് സിസ്റ്റം ആൻഡ് ക്ലാസ് സിസ്റ്റം. നമുക്ക് ഈസി ആയിട്ട് രണ്ട് സിസ്റ്റമിനെയും പഠിക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ളൊരു കമ്പാരിസൺ വഴിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഇസ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ 4 ഡിവിഷൻസ് നമ്മൾ കണ്ടു: സ്ലേവറി, എസ്റ്റേറ്റ് സിസ്റ്റം, കാസ്റ്റ് സിസ്റ്റം ആൻഡ് ക്ലാസ് സിസ്റ്റം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ അസൈൻമെൻറ്റിലേക്ക് കടക്കുകയാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു, അസൈൻമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഹൗ ഡസ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് ക്ലാസ് സിസ്റ്റം ഡിഫർ? എങ്ങനെയാണ് കാസ്റ്റ് സിസ്റ്റവും ക്ലാസ് സിസ്റ്റവും ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതേ ടേബിൾ തന്നെ നിങ്ങൾക്ക് എഴുതി വയ്ക്കാവുന്നതാണ്. സോ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോട്ട്സും അസൈൻമെൻറ്റ്സിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ നോട്ട്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു പോകാൻ പെട്ടെന്ന് റെഫർ ചെയ്യാൻ സാധിക്കുന്ന നോട്ട്സാണ്. ഓക്കെ, സോ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. Don't forget to subscribe to my channel and ring the notification bell. See you on my next video. Thanks for watching. Bye bye.